ക്വിസ് ചോദിക്കുകയാണ്. നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എയോട് ചോദിക്കുമ്പോൾ എ തന്നെ പറയുക, ബിയോട് ചോദിക്കുമ്പോൾ ബി തന്നെ ആൻസർ പറയുക. മർക്കോസിന്റെ സുവിശേഷം 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലാണുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എയോട് ചോദിക്കുന്നു: സൗഖ്യം പ്രാപിച്ച ഭൂതഗ്രസ്തൻ ഏത് നാട്ടിലാണ് യേശു ചെയ്തത് പ്രസ്താവിച്ചത്? ആൻസർ ശരിയാണ്, ദക്കപ്പുലിയിലാണ്. അടുത്തത് ബിയോടുള്ള ചോദ്യമാണ്: യേശുവിന്റെ സഹോദരന്മാരുടെ പേരുകൾ. ശരിയാണ്. 4 പേരാണ്: യാക്കോബ്, യോസ, യൂദാ, ശിമയോൻ. അടുത്തത് ഏവരുടെ ചോദ്യമാണ്: യേശുവിന്റെ പേര് പ്രസിദ്ധമായത് ആരാണ് കേട്ടത്? യേശുവിന്റെ പേര് പ്രസിദ്ധമായത് ആരാണ് കേട്ടത്? അല്ല, കേട്ടതൊരു വ്യക്തിയാണ്. ഹേരോദാവാണ്. ആൻസർ ശരിയാണ്, ഹേരോദാവാണ്. അടുത്തത് ബിയോടുള്ള ചോദ്യമാണ്: ഖുർബാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ശരിയാണ്, ഖുർബാൻ എന്ന് പറഞ്ഞാൽ വഴിപാടാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം എയോട്: കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പമുറുക്കുകളെ തിന്നുന്നല്ലോ എന്ന് പറഞ്ഞ ആര്? ആൻസർ ശരിയാണ്, ഷെരീഫിക്കലി ആയ ഇവനായ സ്ത്രീയാണ് അത് പറഞ്ഞത്. അടുത്തത് ബിയോട്: ഒരു പ്രവാചകൻ എവിടെയാണ് ബഹുമാനിക്കപ്പെടാത്തതെന്ന് യേശു പറഞ്ഞത്? പൃഥു നഗരത്തിൽ. ആൻസർ ശരിയാണ്. അടുത്തത് 7ാമത്തെ ചോദ്യം എയോട്: തരീദ കുമി എന്ന വാക്കിന്റെ അർത്ഥം? തുറന്നു വരിക. അല്ലല്ല, ആൻസർ ശരിയാണ്, ബാലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം ബിയോട്: ഭൂമിയിലിട്ടപ്പോൾ വലുതായി തീർന്ന വൃക്ഷം? കടുകാണ് ഭൂമിയിലിട്ടപ്പോൾ വലുതായി തീർന്ന വൃക്ഷം. അടുത്തത് ഏയോടുള്ള ചോദ്യമാണ്: ഇടിമക്കൾ ആരല്ല? യാക്കോബും യോഹന്നാനുമാണ്. ആൻസർ ശരിയാണ്. അടുത്ത ലാസ്റ്റ് ചോദ്യം ബിയോട്: യേശു പള്ളി ശബത്തിൽ സൗഖ്യമാക്കിയ ആരെയാണ്? ആൻസർ ശരിയാണ്, വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെയാണ്. പോയിന്റ് വായിക്കുന്നു: എ 5 പോയിന്റ്, ബി 5 പോയിന്റ്.